ശരിക്കും ഒരു പെൺകുട്ടി വേറെ വീട്ടിലേക്ക് മാറുമ്പോഴോ അല്ലെങ്കിൽ കല്യാണം കഴിഞ്ഞ് പോകുമ്പോഴൊക്കെ ആയിരിക്കില്ലേ സ്വന്തം ഉമ്മാൻ്റെ വില മനസ്സിലാവുക. പണ്ട് നാട്ടിലാവുന്ന സമയത്ത് കയ്യും കേക്ക് പോയിരുന്നാൽ മതി, ഉമ്മ എല്ലാം ഉണ്ടാക്കി വെച്ചിട്ടുണ്ടാവും കേട്ടോ. ഉമ്മ രാവിലെ തന്നെ ഒരു ചോദ്യം ഉണ്ട്, ഇന്നെന്താ ഉണ്ടാക്കണ്ടേന്ന് കേട്ടോ. അപ്പോൾ നമുക്ക് ഇഷ്ടപ്പെട്ട സാധനങ്ങളൊക്കെ ഉണ്ടാക്കി തരും ചെയ്യും. അത് കഴിഞ്ഞ് നോമ്പ് പറഞ്ഞു കഴിഞ്ഞാൽ ഉമ്മ ക്ഷീണാണെന്ന് പറഞ്ഞ് പോയി കിടക്കുകയും ചെയ്യും. അപ്പോൾ ഒന്നും ചിന്തിച്ചിട്ട് പോലും ഇല്ല കേട്ടോ, ഉമ്മാക്കും ഉണ്ടാവില്ല ക്ഷീണമെന്നൊന്നും കേട്ടോ. ഇപ്പോഴാണ് അതൊക്കെ മനസ്സിലാകുന്നത് ഉമ്മ എത്രത്തോളം കഷ്ടപ്പെട്ടിട്ടുണ്ടാവും എന്നുള്ളത്. അപ്പോൾ നോമ്പായി കഴിഞ്ഞാൽ എല്ലാ ലേഡീസിനും റിലേറ്റ് ചെയ്യാൻ പറ്റുന്നൊരു കാര്യമാണ്. എത്ര കഴുകി കഴിഞ്ഞാലും കഴിയാത്തൊരു പാത്രങ്ങൾ ഉണ്ടാവും കേട്ടോ കിച്ചണിൽ. ഞാൻ ആക്ച്വലി നിസ്കാരം ഓത്തൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് കേട്ടോ കിച്ചണിലേക്ക് വന്നത്. എന്നിട്ട് ആ പാത്രങ്ങളൊക്കെ കഴുകി കഴിഞ്ഞു. പിന്നെ കുറച്ച് സാധനങ്ങൾ മേടിച്ച് അതൊക്കെ അറേഞ്ച് ചെയ്ത് വെച്ച് ഇനി അത്താഴം ഉണ്ടാക്കുന്നതാണ് കേട്ടോ. എനിക്കും ഇക്കാക്ക് മാത്രമല്ല എല്ലാവർക്കും കൂടി വേണ്ടിയിട്ടാണ് അത്താഴം ഉണ്ടാക്കുന്നത്. അപ്പോൾ ഞാൻ കുറച്ച് ഉപ്പേരികളും കറിയൊക്കെ ഉണ്ടാക്കി, ചോറാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. അങ്ങനെ കുക്കിംഗ് കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ ക്ലീൻ ആക്കാൻ വേണ്ടിയിട്ട് നിന്നു കേട്ടോ. ആ സമയത്തേക്കും പിന്നെ ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു എന്നെ കൂട്ടാൻ വേണ്ടിയിട്ട്. ഞാൻ അടിച്ചു വരുമ്പം തന്നെ സമയം നല്ല രീതിക്ക് ആയിട്ടുണ്ടായിരുന്നു, 1:30 ആയിട്ടുണ്ട് കേട്ടോ. ഷോപ്പ് അവിടെ ക്ലോസ് ചെയ്യാനായിട്ടുണ്ട്. അപ്പം എന്നെ സമ്മതിക്കുന്നുണ്ടായില്ല കേട്ടോ അടിച്ചു വരേണ്ട ടൈമില്ല അങ്ങനെ ഇങ്ങനെയെന്നൊക്കെ പറയുന്ന ആളവിടെ ഇരുന്നിട്ട്. ഞാൻ പിന്നെ പെട്ടെന്ന് തന്നെ അടിച്ചോരി എടുത്തു. പിന്നെ തുടച്ചിട്ടുണ്ടായിരുന്നില്ല, അതിനുള്ള സമയവും ഉണ്ടായില്ല കേട്ടോ. അതും കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ കൊണ്ടുപോകാനുള്ള സാധനങ്ങളെല്ലാം പാത്രത്തിലേക്കാക്കി. ഞാൻ 2-3 ഉപ്പേരിയും പിന്നെ നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന ബീഫാണ് ഉണ്ടാക്കിയിട്ടുണ്ടായേ. അതും കഴിഞ്ഞ് നോക്കുമ്പോൾ ഒരു ലോഡ് പാത്രങ്ങൾ അപ്പോഴും ഉണ്ട് കേട്ടോ. അത് പിന്നെ ഒന്ന് കൈകാള ടൈം കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. ഇനി വന്നിട്ട് ചെയ്യാമെന്ന് വിചാരിച്ച് അങ്ങനെയെല്ലാം കവറാക്കിയിട്ട് പിന്നെ ഞങ്ങൾ ഷോപ്പിലേക്ക് പോവാണ് കേട്ടോ. അങ്ങനെ അതാ ഞങ്ങൾ ഫുഡ് കൊണ്ട് പോയത് നമ്മളടുത്തുള്ള ഒരു മംസാർ എന്ന് പറഞ്ഞിട്ടൊരു ബീച്ചുണ്ട് കേട്ടോ. അതിൻ്റെ സൈഡിൽ ഇതുപോലെ പായിട്ടിട്ടാണ് ഇരുന്നിട്ടുണ്ടായിരുന്നത്. അത് കഴിഞ്ഞാൽ പിന്നെ ഞങ്ങൾക്ക് 3:30 ആയിട്ടുണ്ടായിരുന്നു. പിന്നെ ഷോപ്പിലേക്ക് കയറി, കാരണം നമുക്ക് ഒരുപാട് സ്റ്റോക്ക് വന്നിട്ടുണ്ടായിരുന്നു. അതൊക്കെ ഒന്ന് അറേഞ്ച് ചെയ്യാനും പിന്നെ അതിന് വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ടുമൊക്കെ കുറേ നേരം അവിടെ സ്പെൻഡ് ചെയ്തു കേട്ടോ. എന്നും നോമ്പായി കഴിഞ്ഞാൽ ഇതേപോലെ തന്നെ ആയിരിക്കും. സുബൈ ബാങ്ക് കൊടുക്കാൻ സമയത്തായിരിക്കും റൂമിലേക്ക് കയറുന്നുണ്ടാവുക. അപ്പം ഇതെല്ലാം അടുക്കി പെറുക്കി വെച്ച് പിന്നെ ഞങ്ങൾ ഒരു ചായയും കുടിച്ചിട്ടാണ് കേട്ടോ റൂമിലേക്ക് വരാറുള്ളത്. അപ്പോൾ ഇത്രയൊക്കെയുള്ള ഇന്നത്തെ വീഡിയോ. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ ബൈ.